ഹലോ ഫ്രണ്ട്സ്, H2MM-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അച്ചാറാണ്. സ്റ്റാർ ഹോട്ടലുകളിലെ റാണി എന്നറിയപ്പെടുന്ന ഈ അച്ചാർ പൂരി, പൊറോട്ട, ചപ്പാത്തി എന്തു തന്നെയാവട്ടെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷായി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ അച്ചാർ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 കിലോ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക. അല്പം പകുതി പഴുത്തതും പച്ചയും ചേർന്നിട്ടാണ് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് മാംഗോ എടുത്തിരിക്കുന്നത്. കട്ടിങ് ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കണം. എങ്കിലേ അത് വേവ് കറക്റ്റ് ആകുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ അതിൽ കാണാൻ പറ്റുകയുള്ളൂ. മാങ്ങയുടെ അണ്ടി ഇതിൽ ഉൾപ്പെടുത്തണം. അത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയി കിട്ടും. ഇതിന് ഏത് മാംഗോ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് മാംഗോ, പലതരത്തിലുള്ള മാംഗോ ഒക്കെ വെറുതെ ചീഞ്ഞു പോകുന്നത് കാണാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ്. ഇതിപ്പോൾ ഇതിലേക്കുള്ള ബീട്രൂട്ടാണ്. ഒരു ബീട്രൂട്ട് വലിയ പീസ്, അത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണുള്ളത് അത് ഒഴിക്കാം. നമുക്കിതിലേക്ക് ഉലുവ, അതുപോലെ പച്ചജീരകം, ഏലക്ക, മുന്തിരി, അതുപോലെ കുറച്ച് കറാമ്പൂ, ഇതാണ് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളത് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാംഗോ ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്ത് നമുക്ക് ശർക്കര എടുക്കണം. ഇത് ഫിൽറ്റർ ചെയ്ത ശർക്കരയാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കടകളിൽ നിന്ന് കിട്ടുന്നത് ചില ശർക്കര ഫിൽറ്റർ ചെയ്യാത്തതാവും. അതുകൊണ്ട് ഉരുക്കിയതിന് ശേഷം ഫിൽറ്റർ ചെയ്ത് ഒഴിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കല്ല് ഉണ്ടാകുന്നതാണ്. ഇതിലേക്കുള്ള മസാലയാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ശേഷം നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പുളിയാണ്. പുളി വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ മുൻപ് അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ തന്നെ മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റ് മാംഗോ ചട്നിയാണ്. ഒരുപാട് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതിൽ നിന്നുള്ള ഓയിൽ പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ നേരെ ഒരു ഡിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ഇത് അറബ് നാട്ടിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കൂടുതൽ എരിവ് ചേർക്കുന്നില്ല. ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ട എരിവുകൾ ചേർക്കാം.
അപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദിവസം തന്നെ ഇത് പുറത്ത് വെളിയിൽ വെച്ചാൽ തന്നെ ഒരു കേടും വരാതെ ദിവസങ്ങളോളം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ഒരു ചട്നിയാണിത്. ബിരിയാണി ആയാലും അതുപോലെ തന്നെ ലെമൺ റൈസ് ആയാലും ടൊമാറ്റോ റൈസ് ആയാലും മജ്ബൂസ് ആയാലും ഏത് തരം റൈസ് ആയാലും അതിൻ്റെ കൂടെയും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊരു സൈഡ് ഡിഷാണെങ്കിലും ഇതിൻ്റെ റേറ്റ് വളരെ വലുതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണിയുടെ കൂടെ, ഈ മലബാർ ഏരിയയിലൊക്കെ ബിരിയാണീൻ്റെ കൂടെ മധുരച്ചാർ എന്ന് പറഞ്ഞിട്ട്, ഏകദേശം അതിനോട് സാമ്യമുണ്ടെങ്കിലും അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിൽ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.